ഇന്ന് ട്രിനിറ്റി സൺഡേ. ദൈവം ത്രിയേകൻ എന്നത് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ്. വേദപുസ്തകത്തിൽ ആരംഭം മുതൽ അവസാനം വരെ അതിശക്തമായി പരന്ന് കിടക്കുന്ന ഒരു ആഴപ്പെട്ട വിഷയമാണ് ദൈവം ത്രിയേകൻ എന്നത്. എന്നാൽ ദൈവം ത്രിയേകനാണെന്ന് വ്യക്തമായി ഒറ്റ വാചകത്തിൽ പറയുന്ന ഒരു സ്ഥലവും ഒരു ഭാഗവും വേദപുസ്തകത്തിലില്ല. പക്ഷേ തിരുവെഴുത്തിലൂടെ ദൈവം ത്രിയേകനാണെന്ന് തെളിയിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യാൻ യോഗ്യമായ നിരവധി വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭ്യവുമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവത്തെ ബഹുവചന രൂപത്തിൽ ദൈവം തന്നെ പ്രയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ കർത്താവ് പ്രഖ്യാപിച്ചു. മനുഷ്യൻ പാപം ചെയ്തതോടെ പാപത്തിൽ വീണ മനുഷ്യനെക്കുറിച്ച് ദൈവം പ്രസ്താവിക്കുന്നത് അവർ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു, നന്മയും തിന്മയും മനസ്സിലാക്കാവുന്ന വിധത്തിൽ. മനുഷ്യൻ ദൈവത്തെ അടുത്തൊരു പ്രളയമുണ്ടായാൽ പറ്റിച്ച് സ്വയം രക്ഷപ്പെടാം എന്ന് ചിന്തിച്ച് വലിയൊരു ഗോപുരം പണിത് ബാബേലിൽ അതിൽ വസിച്ച് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധനായ കർത്താവ് ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ വീണ്ടും ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്: നാം ഒന്നിച്ച് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷയെ കലക്കുക. എന്നാൽ ദൈവം ത്രിയേകൻ എന്ന ഏതാണ്ട് ധ്വനിപ്പിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ആദ്യ വാക്യങ്ങളിലാണ്. ആ വേദഭാഗത്തിൽ 3 വ്യക്തികൾ ദൈവത്തിൻ്റെ ഭക്തിയിൽ ജീവിക്കുന്ന അബ്രഹാമിൻ്റെ കൂടാരം സന്ദർശിക്കുന്നതും വെയിലുറച്ചപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് താൻ ദർശിക്കുന്നതും വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ദൈവം ത്രിയേകൻ എന്ന് പറയാവുന്ന അംഗീകരിക്കാവുന്ന ട്രിനിറ്റേറിയൻ ഫോർമുല നാം ആദ്യം ദർശിക്കുന്നത് യേശു കർത്താവ് ശക്തിയോടെ ലോകത്തോട് അപ്പോസ്തലന്മാരെ നിയോഗിച്ചയക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോഴാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കർത്താവ് ആഹ്വാനം ചെയ്തു. അവിടെ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ തന്നെ ത്രിത്വനാമത്തെ സ്നാനത്തിന് പ്രയോജനപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ സുവിശേഷം വിരചിതമാകുന്നതിന് മുമ്പാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനം സഭയിൽ എത്തിച്ചേർന്നത്. പൗലോസ് അപ്പോസ്തലൻ പലയിടങ്ങളിലും താൻ ജനത്തെ ആശീർവദിക്കുമ്പോൾ ആശ്വാസവാക്കുകളും ആശീർവാദ വചനവുമായി ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെ ഊന്നിപ്പറയുന്നത് ശ്രദ്ധേയമാണ്. 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ 14-ാം വാക്യം വായിക്കുമ്പോൾ ആ ലേഖനം ഉപസംഹരിക്കുന്ന ഭാഗത്ത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെയും കൃപകൾ ജനത്തിന് വരട്ടെ, ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ആശീർവദിക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ ആദിമസഭയിൽ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ കഠിനമായ പീഡനത്തിലൂടെ സഭ സഞ്ചരിച്ച കാലത്തും ഈ വിഷയം ഒരു തർക്ക വിഷയമായി സഭയുടെ ഇടയിൽ സജീവമായിരുന്നു എന്നത് വ്യക്തമാണ്. പീഡനത്തിൽ കൊല്ലപ്പെട്ട നിരവധി ഭക്തരായ സഭാപിതാക്കന്മാർ ഈ ത്രിയേക ദൈവവിശ്വാസം വേദപുസ്തകത്തിൻ്റെ പുറത്ത് തങ്ങൾ രേഖപ്പെടുത്തിയ ലേഖനങ്ങൾ വഴിയായി സഭയെ അറിയിച്ചത് ചരിത്രത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു. അത് നമുക്കിന്ന് നിരവധി പുസ്തകങ്ങളിലൂടെ അവയുടെ തന്നെ പരിഭാഷകളിലൂടെ ഒക്കെ ലഭ്യമാണ്. 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രീക്ക് കൃതിയാണ് ഡിഡാക്കെ. ഡിഡാക്കെ എന്നാൽ ടീച്ചിങ്സ്.
12 അപ്പോസ്തലന്മാരുടെ എഴുത്തുകളാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് എന്ന് പൊതുവായി കരുതപ്പെടുന്നു. പണ്ഡിതന്മാർ പൊതുവിൽ 1-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ഈ പുസ്തകം എന്ന് അംഗീകരിക്കുന്നുണ്ട്. അതിനുള്ളിൽ ദൈവം ത്രിയേകനാണെന്ന് പ്രത്യേകം പ്രസ്താവിക്കുന്നു. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ അവസാന കാലത്ത് AD 88 മുതൽ 99 വരെ, ചിലർ പറയുന്നത് 102 വരെ ജീവിച്ച ബിഷപ്പായിരുന്ന് പ്രവർത്തിച്ച പ്രസിദ്ധനായ പോപ്പ് ക്ലെമന്റ് ഒന്നാമൻ യെരുശലേമിന്റെ പ്രദേശങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. പോപ്പ് റോമിലാണ് കേന്ദ്രമായി പ്രവർത്തനം നടത്തിയിരുന്നത്. അദ്ദേഹം തന്റെ ലേഖനത്തിൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെന്ന് അസന്നിഗ്ധമായി AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് എന്ന ബിഷപ്പ് AD 108 മുതൽ 140 വരെയുള്ള തന്റെ കാലഘട്ടത്തിനിടയിൽ എഴുതിയ സകല രേഖകളിലും ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് പ്രഖ്യാപിക്കുകയും ആ വാക്കുകൾ പറഞ്ഞ് ആശീർവദിക്കുകയും ചെയ്തിരുന്നതായി രേഖയുണ്ട്. അസംഷൻ ഓഫ് യെശയ്യാവിന്റെ സ്വർഗാരോഹണം എന്ന ഒരു സ്യൂഡോപിഗ്രാഫൽ പുസ്തകമുണ്ട്. അത് AD 3-ാം നൂറ്റാണ്ടിന് മുമ്പ് രചിക്കപ്പെട്ടതാണെന്നതിൽ തർക്കമില്ല എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. അതിനുള്ളിലും ദൈവം ത്രിയേകനാണെന്ന് ശക്തിയുക്തം പ്രതിപാദിച്ചിട്ടുണ്ട്. ഭക്തനായിരുന്ന ശക്തനായിരുന്ന ജസ്റ്റിൻ മാർട്ടിയർ AD 100-105 അദ്ദേഹവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം എന്ന് ആദ്യ കാലത്തു തന്നെ ലോകത്തെ അറിയിക്കുകയുണ്ടായി. തിയോഫിലോസ് ഓഫ് ആന്റിയോക്ക്, തെർത്തുല്യൻ എന്ന സഭാപിതാവ്, സെന്റ് ജസ്റ്റിൻ, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ എന്നിവരെല്ലാം ദൈവം ത്രിയേകനാണെന്ന് നേടി ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾക്കുള്ളിൽ തങ്ങളുടെ ലേഖനങ്ങളിൽ എഴുതുകയും ആ വലിയ സത്യത്തെ ജനങ്ങളോട് പഠിപ്പിക്കുന്നതിന് ശക്തമായി പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. ഈ വലിയ സംശയം സഭയ്ക്കുള്ളിൽ അന്ന് ശക്തമായിരുന്നു. അരിയൂസിന്റെ ഉപദേശം വളരെ പ്രസിദ്ധമാണ്. ദൈവം ത്രിയേകനല്ല എന്ന ചിന്ത അവർക്കുണ്ടായത് മാത്രമല്ല, ദൈവത്തിൻ്റെ ഈ തുല്യത, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ തുല്യതയുണ്ട് എന്ന ചിന്ത അരിയൂസ് എതിർക്കുകയുണ്ടായി. അതിനെ എതിർത്തുകൊണ്ട് സഭാപിതാക്കന്മാരെല്ലാവരും ശക്തമായ എഴുത്തുകൾ നടത്തി. നാം തുടർന്ന് സഭയുടെ ചരിത്രത്തിൽ കൂടിയ ഭക്തന്മാരായ ബിഷപ്പന്മാർ ചേർന്ന സഭാ കൗൺസിലുകളുടെ രേഖകൾ പഠിക്കുമ്പോൾ രസകരമാണ്. AD 325 നിഖ്യയിൽ ചേർന്ന കൗൺസിലിൽ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ ഒന്നാമൻ എന്ന് പ്രസ്താവിച്ചു. തുടർന്ന് ചേർന്ന കൗൺസിൽ AD 381 AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലും പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും തുല്യപ്പെട്ടവനാണെന്ന് പ്രത്യേകം പ്രതിപാദിച്ചു. ഹോമോ ഉസിയോസ് എന്ന പ്രയോഗം ഈ സമയത്ത് ശക്തമായി. സെയിം സബ്സ്റ്റൻസ് വിത്ത് ദ ഫാദർ, സൺ, പുത്രൻ, പിതാവിനോട് അതേ അംശത്തിൽപ്പെട്ടവൻ, സാരത്തിൽ ഒന്നു തന്നെ. പരിശുദ്ധാത്മാവും പിതാവും പുത്രനും എങ്ങനെയോ അതുപോലെ സാരത്തിൽ ഒന്നു തന്നെ. എഫെസോസ് കൗൺസിലാണ് തുടർന്ന് AD 431 ചേർന്നത്. പിന്നീടുള്ള കൗൺസിൽ നടന്നത് കാൽസിഡോൺ എന്ന സ്ഥലത്ത് AD 451. അതിനുശേഷം സെക്കൻഡ് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ AD 553 കൂടുകയുണ്ടായി. മൂന്നാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ ചേർന്നത് AD 680-81 ഈ സമയങ്ങളിലെല്ലാം ദൈവം ത്രിയേകനാണെന്ന ചിന്ത, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്ന് എന്ന ചിന്ത വളരെ ശക്തമായി തീർന്നു. എന്നാൽ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. ഇത് മൂന്നാണ്, പക്ഷേ ഇത് മൂന്നും ഒന്നാണ്. ദൈവം ത്രിയേകനാണെന്ന വിശ്വാസം ക്രൈസ്തവ സഭയുടെ സംഭാവനയാണ് എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ഈ ലോകത്തിന് സമ്മാനിച്ച ആഴപ്പെട്ട ഉപദേശവും രസകരമായ മർമ്മവും എന്ന് ചിന്തിക്കുന്നതാണ് യുക്തം. പരിശുദ്ധനായ കർത്താവ് എങ്ങനെ ത്രിയേകനായി തീരും? അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടാണ്
ദൈവം ത്രിയേകനാണെന്ന് തെളിയിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം ഒന്നുകൂടെ പറഞ്ഞാൽ, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപം? ദൈവത്തിൻ്റെ സ്വരൂപം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേകത്വമാണ് ദൈവത്തിൻ്റെ സ്വരൂപം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവ വെവ്വേറെ ആളത്വങ്ങളാണ്. ആളത്വം എന്ന പദം മലയാള ഭാഷയ്ക്ക് വേദശാസ്ത്രം നൽകിയ സമ്മാനമാണ്. ആ വാക്ക് മലയാളത്തിൽ അല്ലാതെ രൂപം കൊണ്ടതല്ല. ഈ പരിശുദ്ധാത്മാവ് വ്യതിരിക്തമായി, വ്യത്യസ്തമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നിലനിൽക്കുമ്പോൾ തന്നെ ഇവ മൂന്നും ഒന്നായി നിലകൊള്ളുന്നു എന്നതാണ് ത്രിയേകത്വം. ഈ ത്രിയേകത്വം മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുന്നതിന് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ ത്രിയേകനായി സൃഷ്ടിച്ചു. മനുഷ്യന് ശരീരമുണ്ട്, ജീവനുണ്ട്, ആത്മാവുണ്ട്. തൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് അതേ ആളത്വത്തിലുള്ള മനുഷ്യ സൃഷ്ടി നടത്തിക്കൊണ്ട് താൻ ആര് എന്ന് ലോകത്തോട് മനുഷ്യജന്മത്തിലൂടെ തെളിയിക്കണമെന്നുണ്ടായിരുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിൽ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കുകയുണ്ടായി. മനുഷ്യന് ശരീരമുണ്ട്, ആത്മാവുണ്ട്, ജീവനുണ്ട്. ഇത് മൂന്നും ഒന്നല്ല. ശരീരം വേറെ, ആത്മാവ് വേറെ, ജീവൻ വേറെ. ശരീരമില്ലെങ്കിൽ ആത്മാവിന് സ്ഥാനമില്ല, ആത്മാവില്ലെങ്കിൽ ശരീരത്തിന് നിലനിൽപ്പില്ല. ഇത് മൂന്നും വ്യത്യസ്തമാണ്, മൂന്നാണ്. പക്ഷെ ഇത് മൂന്നും പരസ്പര വൈരുദ്ധ്യമില്ലാതെ വസിക്കുന്നു, ഒന്നിച്ച് ആയിരിക്കുന്നു. ഈ ത്രിയേകത്വം എന്ന ദൈവവിശ്വാസം ക്രൈസ്തവ സഭയിലൂടെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഭാഗമായി മാറുന്നത് എന്ന് വേദപുസ്തകം നമ്മെ വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. ദൈവം ത്രിയേകൻ എന്ന വിശ്വാസം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വർഗീയ സദസ്സിനെ കുറിച്ചുള്ള സൂചനകളും വേദപുസ്തകത്തിൽ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം ബഹുവചന രൂപത്തിൽ ദൈവത്തെ ദർശിക്കുന്നത് പോലെ ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവന്റെ മന്ത്രിസഭയിൽ നാം നിന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവന്റെ ആലോചനാ സഭയിൽ നിന്നവനാർ എന്ന് ഒരു ചോദ്യം പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. ദൈവഹിതത്തെ ഭൂമിയിൽ ഗ്രഹിക്കുവാനുള്ള വലിയ ദൗത്യം ഭക്തരായ പ്രവാചകന്മാർക്ക് ദൈവം സമ്മാനിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. സ്വർഗീയ സദസ്സിനെ കുറിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ആഹാബിന് രാമോത്തിലെ യുദ്ധത്തിൽ വെച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരായുമ്പോൾ സ്വർഗീയ സദസ്സ് കൂടുന്നതിനെ കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്, വിശദീകരിക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ സ്വർഗീയ സംഘത്തെയും ആരാധിക്കുന്ന വൃന്ദത്തെയും കുറിച്ച് വിശദീകരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു എന്ന് നാം വായിക്കുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രവാചകന്മാർക്ക് ദൈവം തന്റെ രഹസ്യത്തെ, മർമ്മത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. തന്റെ പദ്ധതിയെ ദൈവം തന്റെ ഭക്തർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുമ്പോൾ അവന്റെ ആലോചനാ സഭയിൽ നിന്നാണ് ആ സത്യങ്ങൾ പ്രവാചകന്റെ ആത്മാവ് ഗ്രഹിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം വളരെ പ്രസിദ്ധമാണ്. പുത്രനെ പിതാവിനോട് തുല്യപ്പെടുത്തി താൻ സൃഷ്ടിക്ക് മുമ്പേ ആദ്യജാതനെന്നും ദൈവം സൃഷ്ടി നടത്തുമ്പോൾ പുത്രൻ സന്നിഹിതനായിരുന്നു എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ പ്രകാശിച്ചു നിൽക്കുന്ന പിതാവിന് തുല്യനാണ് എന്ന് അവിടെ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവം പരിശുദ്ധാത്മാവിനെ പുത്രനിലൂടെ ഈ ലോകത്തിന് പ്രവർത്തിക്കുന്നതിനും സ്ഥിരമായി മനുഷ്യരോടൊപ്പം വസിക്കുന്നതിനും അയക്കുന്നു എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞ വിവരം മുൻ ആഴ്ചകളിൽ നാം ധ്യാനിച്ചവരാണ്. ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവൻ, സകലരാലും വന്ദിക്കപ്പെടുന്നവൻ
എന്ന പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വിശ്വാസ പ്രമാണത്തിലെ ആലങ്കാരിക പ്രയോഗങ്ങൾ ആശയ സമ്പുഷ്ടിയോടെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഭാഷകൾ മാത്രമാണ്. പിതാവ് ആദ്യവും പുത്രൻ രണ്ടാമതും പരിശുദ്ധാത്മാവ് മൂന്നാമതും എന്ന് പറയുന്നതും ശരിയല്ല. ദൈവം ത്രിയേകനാണ്. അനാദിയായും ശാശ്വതമായും ദൈവം ത്രിയേകനായി സ്ഥിരമായി ആവസിക്കുന്നു. പിതാവ് പുത്രനെ നിർമ്മിച്ചതല്ല, പുത്രൻ പിതാവിനെ നിർമ്മിച്ചതല്ല. ദൈവം സൃഷ്ടിയിൽ 3 ആളത്വങ്ങളായി നിലനിൽക്കുന്നു. എന്നാൽ പുത്രൻ പിതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടവനാണ്. ദൈവം ആ പിതാവിന്റെ അതേ അംശം എന്ന് പറയുന്നതിന് വേണ്ടി ഹോമോ ഉസിയോസ് എന്ന് മുൻ സൂചിപ്പിച്ച പദത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അവൻ പിതാവിൽ നിന്നും ഉത്ഭവിച്ചവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ഒന്ന്, ദൈവം ഒന്നായിരിക്കുന്നു. മനുഷ്യനെ അതുപോലെ ദൈവം ത്രിയേകനായി സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു സംശയം പലപ്പോഴും ഉരുവം ചെയ്യാറുണ്ട്. ത്രിമൂർത്തി സങ്കല്പം നാം കേട്ടിട്ടുണ്ട്. മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ടതാണത്. ആ വിശ്വാസവുമായുള്ള ആശയബന്ധുത്വം ഈ ത്രിയേക ദൈവം എന്ന ആശയത്തിനില്ല. അത് വ്യത്യസ്തമാണ്. ദൈവം ത്രിയേകനായി വ്യതിരിക്തനായി നിലനിൽക്കുന്നു എന്നത് വേദപുസ്തകത്തിലെ ഉപദേശമാണ്, തിരുവഴുത്തിലെ ആശയമാണ്. വൺ ഇൻ സബ്സ്റ്റൻസ്, വൺ ഇൻ നേച്ചർ ആൻഡ് വൺ ഇൻ എസെൻസ്. അതാണ് ഹോമോ ഉസിയോസ്. പിതാവെന്തോ അത് തന്നെ പുത്രൻ, പുത്രനെന്തോ അത് തന്നെ പരിശുദ്ധാത്മാവ്. ഇന്നത്തെ പഴയ നിയമ പാഠം വായിക്കുമ്പോൾ നാം കാണുന്ന യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ താഴോട്ട് ആ അധ്യായത്തിന്റെ അവസാനം വരെ വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നതിന് കഴിയും. ആ വേദഭാഗത്തിലും ദൈവം ത്രിയേകനാണെന്ന ചിന്തയും ഉപദേശവും സജീവമായി വന്നു ചേരുന്നത് ശ്രദ്ധേയമാണ്. ദൈവം ആത്മാവിലൂടെ പ്രവർത്തിക്കുന്ന തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ വേദപുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ 2-ാം വാക്യത്തിൽ നമ്മെ ദൈവം പുതിയ ഉടമ്പടിയിലൂടെ കൈക്കൊള്ളുന്നത് ത്രിയേക ദൈവം എന്ന വലിയ ശക്തമായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ അനുഭവത്തിൽ എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. യേശു കർത്താവ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും പിതാവ് തുറന്ന ആ സ്വർഗത്തിലൂടെ സ്നാനമേറ്റ യേശുക്രിസ്തുവിനെ നോക്കി ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി ക്രിസ്തുവിൽ ആവസിക്കുന്നു. അവിടെയും ദൈവത്തിന്റെ ത്രിയേകത്വം എന്ന ചിന്ത ശക്തമാവുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ മാത്രമല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം നേരത്തെ പറഞ്ഞ 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ മാത്രമല്ല, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ത്രിയേകത്വത്തെ സജീവമാക്കുന്ന ചിന്തകൾ നമുക്ക് ലഭ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ, 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4, 5 വാക്യങ്ങൾ. ഇവിടെയെല്ലാം ദൈവം ത്രിയേകൻ എന്ന ധ്വനി വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. ദൈവത്തെ ത്രിയേകനായിട്ട് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ദൈവം ത്രിയേകനായിരിക്കുന്നതിന്റെ അർത്ഥത്തിലും അടയാളത്തിലും മനുഷ്യനെ ദൈവം നിർമ്മിച്ചത്, സൃഷ്ടിച്ചത്. അതുകൊണ്ട് കർത്താവ് ലോകത്തോട് ഇങ്ങനെ പോയി പറയാൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ ഉപദേശിച്ചതൊക്കെ പ്രമാണിക്കാൻ ജനങ്ങളെ ഉപദേശിക്കുക. അവർ ഈ വിശ്വാസത്തോടെ സജീവമായി എത്തിച്ചേരേണ്ടതിന് അവരെ ആദ്യം തന്നെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. സ്നാനപ്പെടുത്തേണ്ടത് മാനസാന്തരപ്പെട്ടു വരുന്നവരെയല്ല, സ്നാനപ്പെടുത്തേണ്ടത് ആദ്യമാണ്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. വിശ്വസിക്കുകയും
സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് മർക്കോസ് വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവൻ സ്നാനപ്പെട്ടാലും ഇല്ലെങ്കിലും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ആരംഭത്തിൽ മാത്രം നിലനിന്നാൽ പോരാ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ഭക്തിയിൽ, എൻ്റെ ശിഷ്യത്വത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ വാസ്തവമായി ശിഷ്യന്മാരാവുകയുള്ളൂ. ക്രിസ്തുവിൽ നാം നിലനിൽക്കുന്നതുവരെ മാത്രമേ നാം വാസ്തവമായി ശിഷ്യന്മാരാവുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള ക്രൂശിലേക്കുള്ള ആഗമനത്തെ തള്ളിപ്പറയുന്നതിന് പത്രോസ് കർത്താവിനെ നിർബന്ധിച്ച് ഉപദേശിച്ച് ശാസിക്കുമ്പോൾ കർത്താവ് പരസ്യമായി പത്രോസിനെ ശാസിച്ചുകൊണ്ട് തൊട്ടു മുൻപേ യേശുക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസിനെ കുറിച്ച് പറഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനെ സാത്താൻ എന്ന് സംബോധന ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ മാത്രമേ നാം മക്കളും വിശ്വാസികളുമായി മാറുന്നുള്ളൂ. ദൈവത്തെ അതുകൊണ്ട് ത്രിയേകനായി തിരിച്ചറിയുക, അംഗീകരിക്കുക, അത് വിശ്വാസത്തിലൂടെ മാത്രം സാധിക്കുന്ന സത്യമാണ്. ക്രൈസ്തവ സഭ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പോടെ നിലനിൽക്കുന്നു. ആ വിശ്വാസം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് ഉറപ്പുള്ളതായി തീരുന്നത്. അതാണ് ക്രിസ്തു നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് നാം സ്നാനം സ്വീകരിക്കുന്നത്. ആ വിശ്വാസമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം. ആ വിശ്വാസ പ്രമാണത്തിലാണ് നാം നിലനിൽക്കുന്നത്, സഭ ഉറച്ചു നിൽക്കുന്നത്. ആ ആത്മാവിൻ്റെ അനുഭവസ്ഥരും പിതാവിൻ്റെ സ്നേഹത്തിൽ ആകൃഷ്ടരും പുത്രന്റെ കൃപയിൽ നിറഞ്ഞവരുമായി ഒരു വ്യക്തി രൂപപ്പെടുമ്പോൾ രൂപാന്തരപ്പെട്ട ജീവിതത്തിൽ സാക്ഷ്യമായി തീരും. ത്രിയേക ദൈവം ക്രിസ്തീയ ദാമ്പത്യ ജീവിതത്തിൽ പോലും വെളിപ്പെടേണ്ടതായിരിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ദൈവവും കൂടെ ഒന്നിച്ചു ചേരുന്ന ത്രിയേക ബന്ധം പരിശുദ്ധ കർത്താവ് അതുകൊണ്ട് നമ്മെ കേൾപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. ദൈവം ത്രിയേകനായിരിക്കുന്നത് പരസ്പരം അംഗീകരിച്ചും സ്നേഹിച്ചും എങ്ങനെ ഈ ലോകത്തിൽ പ്രവർത്തിക്കണം മനുഷ്യൻ എന്നിങ്ങനെയുള്ള സത്യങ്ങൾ, തത്വങ്ങളായി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യനും വ്യതിരിക്തരായി, വ്യത്യസ്തരായി നിലനിൽക്കുമ്പോഴും വൈരുദ്ധ്യമില്ലാതെ വൈവിധ്യങ്ങളുടെ ഇടയിൽ വൈവിധ്യങ്ങളുടെ സങ്കലനമായ ത്രിയേകത്വത്തിന്റെ അനുഭവസ്ഥരായി ലോകത്തിൽ സാക്ഷ്യം വഹിക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അതിന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.